ഇൻവിസിബിൾ സിബ് പല മെത്തേഡുകളായിട്ട് വെക്കുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പെടുന്ന നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഓർഗാൻസ മെറ്റീരിയൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പം 2 ഇഞ്ചോളം വെളുത്ത് വരുന്ന ഒരു ഓർഗാൻസ പീസും അതുപോലെ തന്നെ സെയിം 2 ഇഞ്ച് വെളുത്ത് വരുന്ന ഒരു ക്യാൻവാസിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ തിളക്കുള്ള ഭാഗം മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് 3 ലൈൻസ് ഇതുപോലെ ഇട്ട് വെക്കുക. ഇനി ഇതിൻ്റെ 3 ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതാണ് നമ്മൾ ബാക്ക് പോർഷന്. അപ്പം ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് നല്ല മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്തിട്ട് സെൻറ്റർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 3 സൈഡും ഏകദേശം ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. സെൻറ്റർ നോക്കിയിട്ട് വെക്കണം. എന്നിട്ട് പിന്നു കൊണ്ടൊന്ന് സെക്യൂർ ചെയ്ത് എടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ലൈൻ വരച്ചിട്ടുള്ളതിൻ്റെ തൊട്ട് മുകളിലോടായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതേ സെയിം ഷേപ്പിലായിരിക്കണം സ്റ്റിച്ച് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, ആ ലൈൻ കൂടെ സിസേഴ്സ് എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ക്യാൻവാസ് നമുക്കൊന്ന് റോങ് വശത്തേക്കൊന്ന് തിരിച്ചിടണം. എന്നിട്ട് ഈ റോങ് പാർട്ടിലായിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കും. മെറൂൺ കളർ സിബ്ബായിരുന്നു എൻ്റെ അടുത്ത് അവൈലബിൾ ആയത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്കിലേക്ക് മെറൂൺ കളർ എടുത്തത്. ഇനി ഇത് ഈ മെറ്റീരിയലിൻ്റെ താഴെയായിട്ട് വെച്ചിട്ട് തൊട്ട് മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വി ഷേപ്പിൽ. അപ്പോൾ ഇവിടെ സിബ് ഇവിടെ ഓൾമോസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ക്യാൻവാസിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഹെം ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ വൃത്തി കിട്ടും. ഇനി ഇതിൻ്റെ നെക്ക് പാർട്ടൊന്ന് ക്ലിയർ ആക്കി എടുക്കണം. അപ്പോൾ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 4 ഇഞ്ചോളം ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സിബ് ഒരേ പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബയാസ് പീസ് എടുത്ത് വെക്കുക. കുറച്ച് എക്സ്ട്രാ എടുക്കണം ബയാസ് പീസ്. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ 4 ഇഞ്ചോളം വന്ന് മാർക്ക് ചെയ്തിട്ടില്ല ആ ഭാഗത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ജസ്റ്റ് സിസർ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് മുകളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ആ എഡ്ജിലൊന്ന് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്ത് നമ്മളൊന്ന് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. കണ്ടില്ല, ഈ ഭാഗത്താണ് നമ്മൾ ഹെം ചെയ്ത് കൊടുക്കേണ്ട ഭാഗം. അങ്ങനെ 2 ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഹെം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് ഫോളോ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു. ബൈ.